ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ഒരു കെട്ടുകഥയല്ല, പിന്നെയോ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതനായ, ചരിത്രത്തെ രണ്ടായി കീഴ്മുറിച്ച യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് നിസ്തുലനായ ക്രിസ്തു. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തു താനെന്നുറച്ചു പാടുവിൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തു താനെന്നുറച്ചു പാടുവിൻ. നിത്യനാശം നീക്കി ഭാഗ്യം, നിത്യനാശം നീക്കി ഭാഗ്യം, മർത്യനേകുവാൻ കഴിഞ്ഞ ശക്തനാമവൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തു താനെന്നുറച്ചു പാടുവിൻ. ഇതിൽ കടന്നു വരുന്ന തെറ്റുകുറ്റങ്ങൾ ഹൃദയംഗമായി ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കഥ ഇവിടെ തുടങ്ങുന്നു. ബേത്ലഹേമിലെ ഒരു ശാന്തമായ രാത്രി. അതാ അങ്ങോട്ട് നോക്കൂ, അശാന്തിയുടെ കൊടുങ്കാറ്റ് നെഞ്ചിലേറ്റിക്കൊണ്ട് രണ്ടുപേർ ഇതാ നടന്നു വരുന്നു. അറിയാം, നമുക്ക് അവരെ അറിയാം. അതെ, അവരാണ് യോസേഫും മറിയയും. ലോകരക്ഷകന് ജനിച്ച സ്ഥലം അന്വേഷിച്ചു വരികയാണ്. ഒടുവിൽ അവരെത്തിച്ചേർന്നു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. തൂമഞ്ഞു പൊഴിയുന്ന രാവിലെ, പാരങ്ങും ഉറങ്ങുന്ന നേരം, വാരങ്ങും മുഴുങ്ങുന്നൊരാനന്ദഗാനം. സർവേശപുത്രൻ ജനിച്ചു. തൂമഞ്ഞു പൊഴിയുന്ന രാവിലെ, പാരങ്ങും ഉറങ്ങുന്ന നേരം, വാരങ്ങും മുഴുങ്ങുന്നൊരാനന്ദഗാനം. സർവേശപുത്രൻ ജനിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആ ശബ്ദം കേട്ട് നെട്ടിയൊരു നിസ്സാരക്കാരനായിരുന്നില്ല. യെരൂശലേമിലെ ഭരണാധികാരിയായ ഹേരോദാവ്. അവന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. എന്ത്, ഞാനല്ലാതെ മറ്റൊരു രാജാവോ? ആരെവിടെ? അടിയൻ. ഹേരോദാവിന്റെ കൽപ്പന പ്രകാരം പരീക്ഷമാരും ശാസ്ത്രമാരും ഓടിയെത്തി. അവർ താഴ്ന്ന സ്വരത്തോടെ പറഞ്ഞു, ബേത്ലഹേമിൽ തന്നെ. ഹേ വിദ്വാൻമാരെ, നിങ്ങൾ ചെന്ന് ശിശുവിനെ കണ്ട് എന്നെ വന്ന് അറിയിപ്പിൻ. വഴികാട്ടുവാൻ അവർക്ക് മുമ്പിൽ ഒരു നക്ഷത്രം അതാ. മിന്നുമത്താരത്തെ നോക്കിയ വിദ്വാൻമാർ മഞ്ഞിതിൽ ജ്ഞാനം തുടർന്നിരല്ലോ. നിൽക്കും അത്താരകം നെത്തിയ പുൽത്തൊട്ടിൽ കണ്ടുവ പൈതലെ കൺകൊളക്കെ. വിദ്വാൻമാർക്ക് തങ്ങളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. തേജോമയ ശിശുവിന് മുമ്പിൽ അവർ തങ്ങളുടെ കാഴ്ച വസ്തുക്കളെ കാഴ്ചവെച്ചു. യേശു ദൈവത്തോടെ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഇപ്പോൾ പ്രായം ഏകദേശം 30 വയസ്സായി. അതാ അങ്ങോട്ട് നോക്കൂ, ആരാണ് വരുന്നതെന്ന് കണ്ടോ? യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാനായി യേശു ഇതാ മന്ദം മന്ദം നടന്നു വരുന്നു. യേശുവിൻ സ്നേഹമുള്ള സോദരരേ വരുവിൻ, യേശുവിൻ സ്നേഹമുള്ള സോദരരേ വരുവിൻ. കാണുവിൻ ദൈവജാതൻ യോർദാനത്തെ ജലത്തിൽ, കാണുവിൻ ദൈവജാതൻ യോർദാനത്തെ ജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തുരുവിൻ, നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമൊത്തുരുവിൻ. കാലങ്ങൾ അതിവേഗം നീണ്ടു. നന്മ മാത്രം ചെയ്തുകൊണ്ട് യേശു സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവനെ തൊട്ടവരും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. അത്ഭുതങ്ങൾ ഒന്നൊന്നായി ഏറുകയാണ്. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. അഞ്ചപ്പു കൊണ്ടു ബഹുജനമുണ്ടു, മൃതരുയ പൂണ്ടു കർത്തനാൽ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനസ്തുലം. പരീക്ഷമാരും ശാസ്ത്രമാരും യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചു. ചിനക്കണ്ടിക്കുദിച്ചുയരുന്ന സൂര്യൻ, പടിഞ്ഞാറിൽ മറയുന്ന സൂര്യൻ. ദിനങ്ങളോ ദിനങ്ങൾ, ദിനങ്ങൾക്കു ജന്മം അവിടെ അവിടെ അവിടെ. അവന്റെ ശബ്ദം ഈ ഭൂമുഖത്തിൽ ഞങ്ങൾ തുടച്ചു നിൽക്കും. ഒരു ദൈവപുത്രൻ. കയ്യപ്പാ, സൂക്ഷിക്കണം, ജനങ്ങളുടെ പക്ഷത്തുണ്ട്. അന്നാസ് പ്രഭു,
യൂദാസ് എണ്ണിയെടുത്ത നാണയങ്ങൾക്ക് വിലയുണ്ടെങ്കിൽ നാളെ അവനെ കൊന്നിരിക്കും. രാത്രിയുടെ ഏകാന്തത്തിൽ അതാ അവർ പോവുകയാണ്. ആടിപ്പടരുന്ന തീബന്ധങ്ങളും ആയുധങ്ങളുമായി ഗെത്സമനെ തോട്ടത്തിലേക്ക് അവരിത് പ്രവേശിച്ചു. ഏറ്റവും മുമ്പിൽ അതാ യൂദാസ്. അവൻ യേശുവിനെ ചെന്ന് ചുംബിച്ചു. കൂടെ നിന്നവർ ആക്രോശത്തോടു കൂടെയും ആത്മവിളികളോട് കൂടെയും യേശുവിന്റെ അടുക്കൽ പാലെടുത്തു. അവർ യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കുരിശും നിജത്തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമിൻ. കുരിശും നിജത്തോളിലെടുത്തൊരു വൻകിരിമേൽ കരേറി പോകുന്ന കാഴ്ച കാൺമിൻ. വഴിയോരങ്ങളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. ആ കാഴ്ച കാണുവാനായി യേശുവിന്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു. എന്റെ മകനെ, എന്റെ വാത്സല്യ മകനെ, നീ ഇവരോട് എന്ത് അപരാധം ചെയ്തു? ഒരു മാടപ്രാവ് കൊണ്ടുന്നത് പോലെ മറിയ വിതുമ്പിക്കരഞ്ഞു. യേശു മരക്കുരിശും ചുമന്ന് കാൽവരിയിലെത്തി. യേശുവിനെ കുരിശിൽ കെട്ടി നീണ്ട കാലുമാണികൾ കൈകാലുകളിൽ അടിച്ചു കയറ്റി. ഒരാത്മശബ്ദം കുരിശിൽ നിന്ന് ഉയരുന്നു. പിതാവേ, കൈവെടിഞ്ഞോ, എന്നെ നീ കൈവെടിഞ്ഞോ. തിരുവഴുത്തുകളെല്ലാം നിവർത്തിയായി. യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ചു. അരിമത്യക്കാരനായ യോസേഫ് പീലാത്തോസിന്റെ അനുമതിയോടുകൂടി യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങി. നിക്കോദിമോസിന്റെ സഹായത്തോടുകൂടെ യേശുവിനെ സംസ്കരിച്ചു. മൂന്നാം ദിവസം അതാ പെട്ടെന്നൊരു പ്രകാശം അവിടെ പ്രത്യക്ഷപ്പെട്ടു. യേശു കല്ലിനെ ഭേദിച്ചുകൊണ്ട് ഉയരുകയാണ്. ഉയരുകയായി ഉദിക്കുകയായി, ഉയരുകയായി ഉദിക്കുകയായി. അസ്തമിച്ചൊരു ജീവൻ, വിവാദമായൊരു മർത്യൻ, വിശ്വസ്തനായൊരു കന്യൻ. ഉയരുകയായി ഉദിക്കുകയായി, ഉയരുകയായി ഉദിക്കുകയായി. 40 ദിവസം യേശു തങ്ങളുടെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരെ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു പ്രത്യാശയുണ്ട്. യേശു തിരിച്ചു വരും.